തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണിന്റെ വിദ്യാലയം. കാടിറങ്ങി വന്നവള് കാട്ടുചോല പെണ്ണിവള്, കോടമഞ്ഞിൻ കമ്പിളി ചുറ്റിയ കാട്ടുകന്നി പെണ്ണിവള്, കടുമണത്തേയില കാടിന്റെ പച്ചച്ചേലയും ചുറ്റിയോള്, കാടിന്റെ കാടൽ ചന്തം വെയിൽ വാരിയണിഞ്ഞവള്, കണ്ണെറിഞ്ഞ കാമുകി പോൽ നെഞ്ചില് കയറിയിരുന്നവള്, ഇവള് നമ്മുടെ വയനാട് തെളിനീരണിഞ്ഞ പൊന്നാട്, നീലിമലയുടെ ചൂരൽ മലയുടെ വെള്ളാർ മലയുടെ കൂട്. മുങ്ങിക്കുളിച്ചുടെ തോർത്തിയ സൂര്യൻ വെള്ളരി മാമല ചന്തം കണ്ടങ്ങോ നിന്നേ പോയിപ്പോൾ, അന്ന് തൊട്ടി വയനാടിന്റെ മക്കൾക്ക് നാവിൽ തീരും പയപ്പും, ചാലിച്ചു തൊട്ടതി വെള്ളമലയിലെ അക്ഷരസൂര്യനല്ലോ. കാലമേറെ മുൻപാണേ കാറ്റുപാടണ നേരാണേ, കൊളുന്തുന്നുള്ളാൻ വന്നവരിവിടെ കൊളുത്തി വെച്ച വിളക്കാണേ, ഞങ്ങളുടെ പൊന്മക്കൾക്കും അക്ഷരമിത്തിരി നുകരാനായി വീർപ്പൊഴുക്കി പണിതു ഞങ്ങൾ ചുരൽമലയിലെ കൂടാരം. 14 പിറ പോലെ തെളിഞ്ഞ മണ്ണില് പടുത്തുയർത്തി മലയിലയ്യ മകരജ്യോതി ഉദിച്ചതുപോലൊരു പള്ളിക്കൂടം, ഒരു നാടിൻ കൈകളായിരം ഒന്നായത്തു പിടിച്ചു, 100 മനസ്സുകളൊന്നിച്ചൊറ്റ മനസ്സായി നിന്നു കുതിച്ചു, വെള്ളാർ മലയിലുദിച്ചു ഒരക്ഷര മകര ജ്യോതി, വെള്ളാർ മലയിലുദിച്ചു ഒരക്ഷര മകര ജ്യോതി. எங்கட மக்களுக்கும் சொல்லிக் கொடுக்கோ 4 அச்சரம் தம்பரா, எங்கட மக்களுக்கும் சொல்லிக் கொடுக்கோ 4 அச்சரம் தம்பரா.
നമ്മളിപ്പോൾ കണ്ടത് ഒരു മികച്ച ഡാൻസ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തെ തൊട്ട ഒരു വലിയ വേദന, നമ്മുടെ വയനാട്ടിൽ ചൂരൽമല ഭാഗത്ത് നടന്ന ഒരു വലിയ ഉരുൾപൊട്ടൽ, ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തം. ആ ഒരു ദുരന്തം എങ്ങനെയാണെന്ന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നൃത്ത ആവിഷ്കാരത്തിലൂടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് ആ ദുരന്തം അതിജീവിച്ചെത്തിയ കുട്ടികൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അവിടുത്തെ നമ്മുടെ മക്കളും അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷും അധ്യാപകരുമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഇവരുടെ പാരൻസ് എല്ലാവരും അവിടെ ഉണ്ട്. വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ ഇവർ ഫസ്റ്റ് വന്നോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നുമല്ല, അവരത് ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷ് അതിനെക്കുറിച്ച്, കുട്ടികൾ ഇങ്ങനെ വന്നു. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 മണി സമയത്താണ്. അപ്പോൾ മക്കളുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അവർ ജീവിക്കുകയായിരുന്നു, ഒരു നൃത്തമല്ലായിരുന്നു, ജീവിതമായിരുന്നു അവരവിടെ കാഴ്ചവെച്ച്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അതാണ് അവിടെ ആവിഷ്കരിച്ചത്. ഇതിൽ സമ്മാനം കിട്ടുമോ അതല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നേടി അങ്ങനെ ഉയർന്ന അതൊന്നുമല്ല. ഞങ്ങളുടെ ഈ വേദിയിൽ ഞങ്ങളെക്കുറിച്ച് പറയുക, അത് മറ്റുള്ളവർക്കൊരു കരുത്താവുക, മറ്റുള്ള കുട്ടികൾക്കൊരു നാളത്തെ തലമുറയ്ക്ക് അതിജീവനം എന്നുള്ളൊരു പാഠമാകുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചത് ഒരു വേദിയിൽ കുട്ടികൾ അവതരിപ്പിക്കേണ്ടി വരുന്നത്, അല്ലേ? അവതരിപ്പിച്ചത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ അനുഭവിച്ച ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അതെ, ഇത് ഞങ്ങളിപ്പം സംഘനൃത്തമാണെങ്കിലും അത് വിദ്യാലയത്തിൻ്റെ ചരിത്രമായിരുന്നു. സ്കൂളിൻ്റെ തുടക്കം മുതൽ, സ്കൂൾ സ്ഥാപിച്ചത് തോട്ടം തൊഴിലാളികളാണ്. ആ സ്കൂൾ സ്ഥാപിച്ച കാലം മുതൽ ഇന്ന് വരെ അവിടെ നടന്ന കാര്യങ്ങളാണ് ഈ നൃത്താവിഷ്കാരമായിട്ട് അവതരിപ്പിച്ചത്. സ്കൂൾ സ്ഥാപിച്ചു, അത് പടിപടിയായിട്ട് ഉയർന്നു വന്നു. അത് ശാസ്ത്രരംഗത്ത്, കായിക രംഗത്ത്, കലാരംഗത്ത്, അത് മികച്ച പഠന രംഗങ്ങളിൽ നേടിയ വിജയങ്ങൾ, അങ്ങനെ വാനോളം വിദ്യാലയം ഉയർന്നു നിന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തിൽ നിന്നും ഞങ്ങൾ കരുത്താർജിച്ചു, നാളെ ഉയരും എന്നുള്ളൊരു സന്ദേശമാണ് ഞങ്ങൾ ഈ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ഈ ഒരു കലോത്സവത്തിന് തന്നെ പറയുന്ന അതിജീവനത്തിൻ്റെ കലോത്സവം എന്നാണ്. നമ്മൾ വയനാട് വിഷൻ പറയുന്നതും സംഘാടകർ പറയുന്നതും എല്ലാം അതാണ്. അതിവിടെ അന്വർത്ഥമാക്കിയ ഒരു പ്രകടനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സാർ, കുട്ടികൾ നന്നായിട്ട് കളിച്ചോ? അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അവർ ജീവിതമല്ലേ, അവർ അനുഭവിച്ചതല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് അത് ചെയ്തല്ലേ പറ്റൂ. തീർച്ചയായും നമുക്ക് കുട്ടികളൊന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറയൂ. എൻ്റെ പേര് അശ്വിനി. അശ്വതി. ഇവിടെ വീണ. സാധിക. ഇവിടെ ഒന്ന് പേര് പറഞ്ഞേ. അഞ്ചൽ. ശിവപ്രിയ. ഋഷിക. വൈക. ഓക്കെ. അപ്പൊ ഇത് ആരാണ് പഠിപ്പിച്ചത്? ആരാണ് നിങ്ങളെ? ശരി, അത് അനിൽ വെട്ടിക്കാട്ടിരി എന്ന് പറയുന്ന ഒരു ഡാൻസറാണ്. അദ്ദേഹമാണിത് സംഗീതം ചെയ്ത്. ഞങ്ങളിങ്ങനെ ഒരു തീം പറഞ്ഞപ്പോൾ, അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, അത് ഒരു വൈലോപ്പള്ളി നാരായണൻകുട്ടി മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു. നാരായണൻ മാഷ് എഴുതിച്ചു. അതിനുശേഷം ഇദ്ദേഹം തന്നെ സംഗീതം ചെയ്ത് അതിൻ്റെ ചുവടുകൾ എല്ലാം ചെയ്ത് അദ്ദേഹമാണ് ഒരു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും ചൂരൽമലയുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാവരും. ഇപ്പം എല്ലാവരും പഠിക്കുന്നത് മേപ്പാടി സ്കൂളിലാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് ഇപ്പോൾ വീട്ടിലങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് മാറി താമസിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും അങ്ങനെ ആ രീതിയിൽ നമ്മൾ വളർന്ന ഒരു നാട് വിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെല്ലാവരെയും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു നല്ല ജീവിതത്തിലേക്ക് ഇവരെയൊക്കെ കൈപിടിച്ചുയർത്തുന്നതിനായിട്ട് നമ്മളെല്ലാവരും ഒന്നിക്കണം. അപ്പോൾ നിങ്ങൾ ഡാൻസ് നന്നായിട്ട് കളിച്ചു എന്നാണ് മാഷ് പറയുന്നത്. നന്നായിട്ട് കളിച്ചോ? നിങ്ങൾ കളിച്ചോ? അടിപൊളിയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊരു സപ്പോർട്ട് എങ്ങനെയുണ്ട് നമ്മളെ അധ്യാപകരുടെ ഒക്കെ? ഹാപ്പിയാണ്. ഇപ്പൊ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ലേ? ഇപ്പൊ സന്തോഷാണോ? ആണ്.
അല്ലേ? അപ്പൊ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സുഖമാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വിഷമിച്ച് അവരിന്ന് നമ്മുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷിൻ്റെയും അധ്യാപകരുടെയും കൂടെ നല്ലൊരു ജീവിതത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആ ഒരു വിഷമമൊക്കെ മറന്ന് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ കലോത്സവം നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, അല്ലേ മാഷെ? അങ്ങനെ ആയിരിക്കണമല്ലോ, നമ്മളൊന്നും തളരില്ലല്ലോ. ഇല്ല, തളരരുത്, നമ്മൾ തളരാൻ പാടില്ല. തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ് സാർ പറഞ്ഞ പോലെ തന്നെ. ഒരു നൃത്തം എന്നുള്ളത് മാത്രമല്ല, ഒരു വലിയ സന്ദേശമാണ്. അധ്യാപകരൊക്കെ പുറകിൽ നിരന്ന് നിൽക്കുന്നുണ്ട്, എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഉണ്ണിമാഷിനൊപ്പം നിന്ന് ഇവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനുള്ള സ്നേഹം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഒന്നാകെ പേരിൽ നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഈ വേദിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നതിലുള്ള പ്രത്യേക നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ്. അതിജീവനത്തിൻ്റെ കലോത്സവത്തിലെ ഏറ്റവും നല്ല കാഴ്ചയാണ് ഈ ഒരു സമയത്ത് നമ്മൾ വയനാട് വിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും 1000 സ്നേഹം അറിയിച്ചുകൊണ്ട്